അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച മുസ്ലിയാരുണ്ടല്ലോ, ഞാനിപ്പോൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മുസ്ലിയാരുണ്ടല്ലോ, ആ മുസ്ലിയാരും ദജ്ജാലുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പെടുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലിപ്പ് പ്രചരിപ്പിച്ച മുസ്ലിയാരും ദജ്ജാലുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് പെടുക. അതുപോലെ തന്നെ വഹാബ് സക്കാഫിയും പേരോട് സക്കാഫിയും അതുപോലെയുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരടക്കമുള്ള ആളുകളൊക്കെ ദജ്ജാലുകളുടെ ഗണത്തിൽ തന്നെയാണ് പെടുക. അപ്പോ കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഇതാണ് വഹാബിസം എന്താണ് നാടിന് സമ്മാനിക്കുക എന്നുള്ളതിന്റെ ഒരു വൃത്തികെട്ട ഭീകരമാകുന്ന ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്തു വിളിക്കണം ഇങ്ങനെയാണ് എന്നതുപോലും തിരിച്ചറിയാത്ത ഒരു വിഭാഗം. നിങ്ങൾ കേട്ടല്ലോ, എന്നെ ഇദ്ദേഹം വിളിക്കുന്ന ഭാഷ പോകട്ടെ, ഉസ്താദുമാരാകുന്ന പേരോട് ഉസ്താദിനെയും അങ്ങനെ തുടങ്ങിയ പകര ഉസ്താദിനെയും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഉസ്താദുമാരെ എത്രത്തോളം AP ഉസ്താദിന് വരെ ഇദ്ദേഹം വിളിച്ച ഭാഷ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ കേട്ടു. പ്രിയമുള്ളവരെ, ഇതാണ് വഹാബിസം. കഴിഞ്ഞ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞത് മറ്റൊരു രീതിയിലുള്ള മോശപ്പെട്ട വാക്കുകളാണ്. കഴുത എന്നും ഒക്കെ ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും അത്തരത്തിലുള്ള ചീപ്പ് ഏർപ്പാടിലേക്ക് നമുക്ക് പോകണ്ട. എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ രോഷാകുലനായിട്ട് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ചെയ്ത വീഡിയോയെ നാം ചോദ്യം ചെയ്തു എന്നതാണ്. മറ്റൊന്നുമല്ല, കാഞ്ഞങ്ങാട് പള്ളിയിൽ റബിയുൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പാടുന്ന പാട്ട്, അതിന് ഇവരുടെ ഭാഷയിൽ പ്രാർത്ഥന എന്നാണല്ലോ. റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് പ്രാർത്ഥന എന്നാണ് ഇവർ പറയാറുള്ളത്. ആ അർത്ഥത്തിൽ ഇവരുടെ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാട്ട്, അതുപോലെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെ ബഹുമാനിച്ചുകൊണ്ട് സാധാരണ സുന്നി മദ്രസകളിൽ കേൾക്കുന്ന പാട്ടുകളെല്ലാം അവരുടെ മദ്രസയിൽ കേട്ടപ്പോൾ ഒരു ഉസ്താദ് വീഡിയോ എടുത്തിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി മറുപടി കൊടുക്കാതെ വന്നപ്പോൾ ഞാൻ ആ വീഡിയോക്ക് ചോദ്യം ചെയ്തു. അതിന് രോഷാകുലനായിട്ട് പറയുന്ന വാക്കുകളാണ് നിങ്ങൾ ഇവിടെ കേട്ടത്. എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ മറുപടി പറയുന്നത്? നിങ്ങൾ വിഷയം പോലെ പറഞ്ഞാൽ പോരെ. നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ മുഴുവനും ദജ്ജാലുകളാക്കാനും കഴുതകളാക്കാനും നടക്കുന്നത്? നിങ്ങൾ അവിടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കുക. നിങ്ങൾ തെളിയിക്കാതെ കേവലം ആരോപണങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നടപടിയാവുകയില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാര്, നിങ്ങൾ ഇനി ഇദ്ദേഹം ഈ വീഡിയോയിൽ ചില ആരോപണങ്ങളും ചില തിരിമറികളും ഒക്കെ നടത്തുന്നുണ്ട്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കാഞ്ഞങ്ങാട് സലഫി മസ്ജിദിൽ നബിദിനമാഘോഷ കലാപരിപാടികൾ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഖുറാഫി മുസ്ലിയാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് പ്രചരിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കൃത്യമായ കാര്യങ്ങൾ എന്താണ് എന്ന് ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതാണ്. അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർ അവർക്ക് മനസ്സിലാകും. അതിനെ ചോദ്യം ചെയ്തതുകൊണ്ടാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഭാഷയിൽ നിങ്ങൾ പെരുമാറിയത്. ഇനി ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേറൊരു പരിപാടി ഉണ്ട്. ആരൊക്കെയാണ് ദജ്ജാലി എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും ഇതുവരെ വ്യക്തമാക്കി കൊടുത്തിട്ടില്ല. സ്വഹാബത്തിന് ആർക്കും അറിയില്ല ആരൊക്കെയാണ് ദജ്ജാലുകൾ എന്ന്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ദജ്ജാലി എന്ന്, ആരാണ് ദജ്ജാലി എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മുടെ ഈ വഹാബി കുട്ടിക്ക് എല്ലാം അറിയാം ആരാണ് ദജ്ജാലി എന്നുള്ളത്. തെളിവ് സഹിതം അത് ഞാനാണ് എന്നുള്ളത് ഇദ്ദേഹം തെളിയിക്കാൻ പോവുകയാണ് കേട്ടോ. അദ്ദേഹം തനി ദജ്ജാലാണ് എന്ന് ഞാനിവിടെ തെളിവുകൾ സഹിതം കാണിക്കാൻ വേണ്ടി. അപ്പൊ ചില്ലറയായിട്ടും മൊത്തമായിട്ടും ഒക്കെ ഇയാൾ ദജ്ജാലിനെ പരിചയപ്പെടുത്തി തരും. വേണമെങ്കിൽ ഇദ്ദേഹത്തെ സമീപിക്കുക. ഇദ്ദേഹം എന്റെ ക്ലിപ്പിട്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് അതിന് മറുപടി എന്താണ് എന്നുള്ളതൊന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട്. കുട്ടികൾ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. യാ ഷഫിയോ യാ ഷഫി എന്ന് പറഞ്ഞിട്ടൊക്കെ പാട്ടാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. കേട്ടില്ലേ സഹോദരങ്ങളെ? കാഞ്ഞങ്ങാട് അപ്പൊ കേട്ടല്ലോ, കൃത്യമായിട്ട് കേട്ടു. കാഞ്ഞങ്ങാട് പള്ളിയിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട് എന്നും അതുപോലെ തന്നെ യാ ഷഫിയോ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ആ ഉസ്താദ് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അതിനെ മറുപടി പറയട്ടെ. ഇവിടെ 2 വാദമാണ് മുസ്ലിയാർ പറഞ്ഞത്. അത് ഞാനും നേരത്തെ പറഞ്ഞതാണ്. എന്താണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞ 2 വാദം എന്ന് പറഞ്ഞാൽ, ആ ക്ലിപ്പിൽ പറയുന്ന മുസ്ലിയാർ പറയുന്ന വാദം എന്ന് പറഞ്ഞാൽ, ഒന്ന് നബിദിനമാഘോഷ കലാപരിപാടി നടന്നു, 2 പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഈ പാട്ട് ഇവിടെ നിന്നുള്ള പാട്ടാണ്. അത് മുജാഹിദിന്റെ കൂടാരത്തിൽ നിന്നുള്ള പാട്ടാണ് മൗലവി.
പ്രാർത്ഥന എന്നുള്ളത് നിങ്ങളാണ് എല്ലാ പ്രാർത്ഥനയും ആരാധനയാണ് എന്നുള്ളത് ഇവിടെ വരുത്തി തീർത്തത്. അങ്ങനെ വരുത്തി തീർത്ത അപകടമാണ് നിങ്ങൾക്ക് പറ്റിയത്. എന്നാലും എന്റെ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന പദം ഞാൻ എന്റെ വക ഉപയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അത് നിങ്ങൾ ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അത് കളവാണ്, കബളിപ്പിക്കലാണ് എന്ന് ആദ്യമായി പറയുകയാണ്. സമസ്താലയത്തിൽ നിന്നുള്ള പാട്ടാണ്, അതുകൊണ്ടാണ് യാ ഷഫീ എന്നൊക്കെ പറയുന്ന വരികൾ വന്നത് എന്നും അതിൽ നബിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നും ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്. ശരിക്കും ഓർത്തു വെച്ചോ, പ്രാർത്ഥിച്ചു, അതാണ് അടിവരയിട്ട് വെക്കേണ്ടത്. പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വരികളുള്ള പാട്ടുകളാണ് സമസ്തയുടെ മദ്രസകളിൽ നബിദിനമാഘോഷ കലാപരിപാടികളിൽ പാടിപ്പിക്കുന്നത് എന്നാണ് മുസ്ലിയാർ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചത്. പറയാതെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ പറയാനാണ് മൂപ്പർക്ക് നല്ലോണം താല്പര്യം. കാരണം മൂപ്പര് പഠിച്ചതൊക്കെ ഇവിടെ ഛർദ്ദിക്കണം. മൂപ്പരുടെ മനസ്സിലുള്ള ചീഞ്ഞു നാറിയ ആശയാദർശങ്ങളൊക്കെ ഇവിടെ പറയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് മൂപ്പർക്ക് കിട്ടിയത്, പ്രാർത്ഥന എന്നുള്ളത്. പൊന്നു മൗലവി, നിങ്ങൾക്ക് വിശദീകരിക്കാൻ കിട്ടിയൊരു പിടിവള്ളിയാണ് എന്ന് നിങ്ങൾ ധരിച്ചെങ്കിൽ അത് കേവലം പൊട്ടിയ വള്ളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉസ്താദ് അവിടെ പറഞ്ഞ പ്രാർത്ഥനക്ക് ആരാധന എന്ന അർത്ഥം വെച്ചത് നിങ്ങളല്ലേ മൗലവി? പ്രാർത്ഥന എന്ന പദത്തിലെല്ലാം ആരാധന എന്നാണ് അർത്ഥം എന്നുള്ളത് ഏത് ഡിക്ഷണറിയിലാണ് ഉള്ളത്? മലയാളം അറിയുന്ന ആർക്കും അറിയാം. വിളിച്ചു എന്നും പ്രാർത്ഥിച്ചു എന്നും അഭ്യർത്ഥിച്ചു എന്നും ഇതൊക്കെ ഒരർത്ഥത്തിനുള്ളതാണ്. ഇതൊക്കെ ആരാധനയായി വരുന്നത് എപ്പോഴാണ്? അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാകുമ്പോഴാണ് ഈ പറയുന്ന പദങ്ങളെല്ലാം ആരാധനയുടെ ഭാഗമാകുന്നുള്ളൂ. ഉദാഹരണത്തിന് അള്ളാഹുവിനെ ഒരാൾ വിളിച്ചു, ആ വിളി അത് ആരാധനയാണ്. ഈ വിളിക്ക് മറ്റൊരു പദമാണ് പ്രാർത്ഥന എന്നുള്ളത്, അതും ആരാധനയാണ്. ഇതിന് മറ്റൊന്ന് ഇനി അടിമ അള്ളാഹുവിനോട് വല്ലതും കേണപേക്ഷിച്ചാൽ, വല്ലതും അപേക്ഷ കൊടുത്താൽ, അള്ളാഹുവിനോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയാണ്. ഇതേ ആ സംഗതിയൊക്കെ നിങ്ങൾ സൃഷ്ടികളോടും ചെയ്തു കഴിഞ്ഞാൽ അതിനും ഇതേ പറയുന്ന പ്രയോഗങ്ങൾ പറയാം. പ്രാർത്ഥന എന്നും അതുപോലെ തന്നെ വിളിച്ചു എന്നും അപേക്ഷിച്ചു എന്നും റിക്വസ്റ്റ് കൊടുത്ത് ഇതൊക്കെ പറയാം. പക്ഷെ ഇതൊന്നും ആരാധനയുടെ ഭാഗമാകുന്നില്ല. ആരാധനയുടെ ഭാഗമാകണമെങ്കിൽ ദൈവം എന്ന വിശ്വാസപ്രകാരം വിളിച്ചെങ്കിൽ മാത്രമേ ആവുകയുള്ളൂ എന്ന കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ അടിയിൽ വരച്ച് പറഞ്ഞ കാര്യം അതങ്ങ് മായ്ച്ചേക്ക്. അതിന് ഇത്ര വലിയ സംഭവം ഒന്നും ഇല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞതെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവരുടെ ഭാഷയിൽ ഉള്ള പ്രാർത്ഥന എന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെ തിരിച്ചു മറിച്ചും അതിനെ കോട്ടിമാറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ അത് നിങ്ങളൊന്ന് മുഴുവനായി കേട്ടുനോക്കും. ബദരീങ്ങളെ എന്നൊന്ന് നെടുവേർപ്പെട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് കുഫറാണ്, ശിർക്കാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയിൽ സ്വാഭാവികമായിട്ടും യാ ഷഫിയ എന്ന് റസൂലുള്ളാഹിനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ് ഇവരുടെ ഭാഷയിൽ. അപ്പൊ അത് ഇവരുടെ പള്ളിയിൽ നടക്കുമ്പോൾ അത് കൗതുകമാണ്, അത് ആ ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ടല്ലോ. ഇവരുടെ ഭാഷയിലുള്ള ഇവരുടെ അർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം ആരാധനയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇവരുടെ ഭാഷയാണ് എന്ന നിലക്ക് തന്നെയാണ് പറഞ്ഞത്. മൗലവി ഇനി അടിയിൽ വരക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. സുന്നികളാരും നിങ്ങൾ പറയുന്ന തരത്തിൽ ആരാധനയുടെ ഭാഗമായിട്ട് ആരോടും പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹുവിനോടല്ലാതെ. അള്ളാഹു അല്ലാത്തവരോട് ഒരാളോടും സുന്നികൾ പ്രാർത്ഥിക്കുന്നില്ല, വിളിക്കുന്നില്ല, അഭ്യർത്ഥിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്ന കാര്യം ഇനി മൗലവി അടിയിൽ വരച്ച് സർക്കിൾ ചെയ്ത് മനസ്സിലാക്കിക്കോ. ഇതോടൊപ്പം തന്നെ ഭാഷാപരമായിട്ട് നമ്മൾ ഒരാളെ വിളിച്ചാൽ, ഒരാളോട് തേടിയാൽ, ഒരാളോട് അഭ്യർത്ഥിച്ചാൽ അതിനൊക്കെ വിളിക്കുക, അഭ്യർത്ഥിക്കുക, തേടുക, ഇതിനൊക്കെയും പ്രാർത്ഥന എന്ന് പറയുന്ന മറ്റ് അർത്ഥങ്ങളുണ്ട് എന്ന കാര്യവും കൂടെ മലയാളം പഠിക്കുന്ന, മലയാളം അറിയുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യുക എന്ന് ബഹുമാന്യനായ മൗലവിയോട് ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ ഇനി ഏതായിരുന്നാലും അത് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ പരിപാടി നടന്നിട്ടുണ്ടോ ഇല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടേ ഇല്ല എന്ന തരത്തിലാണ് സംസാരിച്ചത്. ആ ചോദ്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ്. നിങ്ങൾ അതിന് മറുപടി പറയും. ആ ഉസ്താദ് പറഞ്ഞ തരത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പാട്ടുപാടി ഇതവിടെ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി മുജാഹിദ് മദ്രസയിൽ ഈ പറയുന്ന ഉസ്താദുമാർ പറയുന്ന രൂപത്തിലാണ് എങ്കിൽ, ഈ പറയുന്ന പുരോഹിതന്മാർ പറഞ്ഞ രൂപത്തിലാണ് അവിടെ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്.
അതിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല. അതിനൊന്നും മെഴുകി വെളുപ്പിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കാർക്കും വന്നിട്ടുമില്ല. അവരങ്ങനെ അവിടെ അങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ട് പാടിയത് തെറ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതിനാരും ന്യായീകരിക്കാൻ വരുന്നുമില്ല. അപ്പോ എന്നാൽ ഇദ്ദേഹം ഈ പറഞ്ഞത് കളവല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഇദ്ദേഹം അതിനെ ന്യായീകരിക്കുകയും മെഴുകി വെളുപ്പിക്കുകയും ചെയ്തത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ദിനാഘോഷം നടക്കുമോ? ഒന്ന് ചിന്തിക്കണ്ടേ? ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടാൽ മുസ്ലിയാർ എന്താണ്, സത്യസന്ധനാണ് എങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം അത് ആരോടെങ്കിലും വന്ന് അന്വേഷിക്കുക, ഇല്ലെങ്കിൽ അവിടെ തന്നെ പോവുക, തൊട്ടടുത്താണല്ലോ, അവിടെ തന്നെ ഒന്ന് പോയി കാര്യങ്ങൾ തിരയുകയാണ് വേണ്ടത്. ഇത് അതെല്ലാം മൂപ്പർ ചെയ്തത്. മൂപ്പർ അതല്ല ചെയ്തത്. മൂപ്പർ നേരെ അങ്ങ് വീഡിയോ എടുത്തു, എന്റെ സോഷ്യൽ മീഡിയ വഴി അത് പ്രചരിപ്പിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഇത്തരത്തിലുള്ള അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ആ ഉസ്താദ് ഇട്ട വീഡിയോക്ക് പറഞ്ഞ കാര്യമാണത്. നിങ്ങൾ പറയുന്നതിൽ അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ആ വീഡിയോ ഇട്ടതിന്റെ ശേഷമെങ്കിലും അവിടെ ഒന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ ബാക്കിയുള്ള ആളുകൾ തന്നെയാണല്ലോ അവിടെ ഉണ്ടാവുക. അവർക്കൊന്ന് ഫോൺ വിളിച്ചിട്ടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടോ എന്നുള്ളത്? ഒന്നും അന്വേഷിക്കായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ അവിടെ എന്താണ് നടന്നത് പോലും എന്ന് ഒരു ഉറപ്പുമില്ലാതെ നിങ്ങൾ ആദ്യം കൃത്യമായി ന്യായീകരിക്കുകയല്ലേ ചെയ്തത്? നിങ്ങളുടെ സലഫി പള്ളിയെ വെള്ള പൂശാൻ വേണ്ടി നിങ്ങൾ മെനക്കെടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് അതിനെ ഞങ്ങൾ ആരും ന്യായീകരിക്കൂല, അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ പറ. അവിടെ അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന് കഠായമായിട്ട് പറയാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഉസ്താദിന്റെ വീഡിയോ കറക്റ്റ് തന്നെയല്ലേ? ഉസ്താദ് പറഞ്ഞത് സത്യസന്ധമായിട്ട് തന്നെയല്ലേ? അവിടെ കാഞ്ഞങ്ങാട് സലഫി പള്ളിയിൽ ഇത്തരത്തിൽ അദ്ദേഹം ആരോപിച്ച തരത്തിൽ തന്നെ പരിപാടി നടന്നിട്ടുണ്ട് എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തെറ്റാണെന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്, ശരി തന്നെയാണ്. എന്നാൽ ഇതുപോലെ അവിടെ പരിപാടി നടന്നിട്ടില്ല എങ്കിലല്ലേ ഇദ്ദേഹം പറഞ്ഞത് വഞ്ചനയാവുകയുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഉസ്താദിനെ വഞ്ചകനെന്നും ഖുറാഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വൾഗറായ രീതിയിൽ നിങ്ങൾ ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞത്? അതുമാത്രമല്ല, ആ പറഞ്ഞതിനെ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത്. ഇതിനല്ലേ കബളിപ്പിക്കലും കളവ് നടത്തലും തെറ്റുമെന്ന് പറയേണ്ടത്? പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, നമുക്ക് അതിലേക്കൊന്ന് കടക്കണ്ടേ? എന്നാൽ ഇനി ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ വലിഞ്ഞു കയറാനുള്ള ശ്രമമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല. പ്രാർത്ഥനയുടെ കാര്യം എന്താണെന്ന് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ മൗലവി രക്ഷപ്പെടാനുള്ള മാർഗമാണ്, അതൊരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾ ഇതിനെ കൊണ്ട് മറുപടി പറയിപ്പിച്ചിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ. ാണ് സാധാരണ ഈ നമ്മളിവിടെ കാണിച്ച എന്താണ്, സർഗവസന്തം എന്ന പേരിലുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി ഇവര് സർഗവസന്തം എന്ന് പറയുന്ന പരിപാടിയെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ ചോദിച്ചു, നിങ്ങൾ നടത്തുന്ന പരിപാടി സർഗവസന്തമാകുമ്പോൾ അതിന് ബിദ്അത്തില്ല. നമ്മൾ നടത്തുന്ന പരിപാടി ബിദ്അത്താണ് പോലും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, ഇതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഇനി അതിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. മനസ്സിലായല്ലോ? സർഗവസന്തം എന്ന പേരിൽ ഒരു പ്രോഗ്രാമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണല്ലോ വിവാദം നടന്നത്. ആ പ്രോഗ്രാമിൽ വളരെ കൃത്യമായി ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടൊന്നും നമുക്ക് കേൾക്കാം. ഞാൻ നേരത്തെ കേൾപ്പിച്ചത്, കഴിഞ്ഞ വീഡിയോയിൽ അത് കേൾപ്പിച്ചതാണ്, എന്നാലും ഒന്നും കൂടി നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ അവിടെ ആ കുട്ടി പാടിയ പാട്ടിന് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ കുട്ടി അവിടെ പാടിയിട്ടുണ്ടെങ്കിൽ അത് ബിദ്അത്താണോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ കുട്ടികളുടെ കലാവാസന ഉണർത്താനും തൗഹീദ് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ. ആ പറയുന്ന തൗഹീദ് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിന്റെ കേന്ദ്രമാണ് ഈ പരിപാടി എങ്കിൽ ആ കുട്ടിക്ക് അതിൽ കൂലി കിട്ടണ്ടേ? കാരണം ദഅവത്ത് പ്രചരിപ്പിക്കുന്നതിന് കൂലി ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ പ്രാക്ടീസിന് അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനും കൂലി കിട്ടേണ്ടതല്ലേ? ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ആ കുട്ടികൾ ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണോ അല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ അത് ബിദ്അത്താകണ്ടേ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ബിദ്അത്തിന് എന്താണ് നിങ്ങളുടെ നേതാവ് പറഞ്ഞ താരീഫ്, ഡെഫിനിഷൻ എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനിയായി കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ പിന്നെ നബിയുടെ കാലശേഷം നടപ്പിലാക്കുമ്പോഴാണ് അതിന് ബിദഅത്ത് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഈ റബീഉൽ അപ്പോ നേതാവ് പറയുന്നത് കേട്ടല്ലോ, ദീനിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്തത് പിൽക്കാലത്ത് ചെയ്യുന്നതാണ് ബിദഅത്ത് എന്നുള്ളത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സർഗ സംഗമം എന്ന് പറയുന്ന പരിപാടിയിൽ, ആ പരിപാടിയിൽ കുട്ടികൾക്ക് ഭാവിയിൽ ഉള്ള ഒരു പ്രാക്ടീസ് ആണ്, അഥവാ തൗഹീദ് പ്രചരണത്തിനുമൊക്കെ ഉള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് ആ പരിപാടി എങ്കിൽ അവർക്കതിൽ കൂലി കിട്ടാൻ സാധ്യതയില്ലേ? ആ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ദീനിയായ ബിദ്അത്ത് തന്നെയല്ലേ നിങ്ങളുടെ ഭാഷയിൽ? പ്രിയമുള്ള മൗലവി, അതിന് മറുപടി പറ. അത് ബിദ്അത്ത് അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ എങ്ങനെയാണ് നബിദിനം ബിദ്അത്ത് ആകുന്നത്? നബിദിനം എങ്ങനെയാണ് ബിദ്അത്ത് ആകുന്നത്? കാരണം ഇവിടെ സുന്നികളെല്ലാം ചെയ്യുന്നത്, നബിദിനം ആഘോഷിക്കുന്നതെല്ലാം റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹിനെ ബഹുമാനിച്ചതിന്റെ പേരിലാണ് ഇവിടെ നബിദിനം ആഘോഷിക്കുന്നത് എന്നുള്ളത് സുന്നികൾ ചെയ്യുന്ന കാര്യം. അത് ഇബ്നു തൈമിയ്യക്ക് വരെ മനസ്സിലായിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയുടെ കിതാബാണിത്. ഇതിന്റെ 209 പേജിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ഫതഅദീമുൽ മൗലിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ ബഹുമാനിക്കുക, വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്, ചില ജനങ്ങൾ അപ്രകാരം ചെയ്യുന്നുണ്ട്, വഖദ് വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീം, അങ്ങനെ ചെയ്യുന്നതിൽ അവന് വമ്പിച്ച കൂലിയുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്തേ കാരണം, അങ്ങനെ കൂലി ലഭിക്കാനുള്ള കാരണം, ലിഹുസ്നി ഖസ്ദിഹി വതഅദീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ ഉദ്ദേശ ശുദ്ധി കാരണത്താലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തഅദീം ചെയ്തു എന്ന കാരണത്താലും അവന് വമ്പിച്ച കൂലി കിട്ടുമെന്ന് ഇബ്നു തൈമിയ്യ തന്റെ ഇഖ്തിലായിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ സുന്നികൾ ഇവിടെ നബിദിനം ആഘോഷിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് വെച്ചുകൊണ്ടുമാണ്. അങ്ങനെ ചെയ്താൽ അതിന് കൂലി ലഭിക്കുകയില്ലേ? ഉണ്ട് എന്നാണ് നിങ്ങളുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ്യ പറയുന്നത്. അത് ബിദ്അത്തല്ല, അതിന് കൂലി ലഭിക്കും. നിങ്ങൾ പറയുന്നത് അത് ബിദ്അത്താണ്, അത് ഹറാമാണ് എന്നുള്ളതും മാത്രമല്ല, അതിനു പുറമെ നിങ്ങൾ ചെയ്യുന്ന പരിപാടിക്ക് കുട്ടികൾക്ക് കൂലി ലഭിക്കുമെന്ന് വിചാരിച്ചാൽ അത് ബിദ്അത്താകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, നബിദിനമാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടത്തുമ്പോൾ, കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുമ്പോൾ ഇതൊക്കെ ബിദ്അത്താണ് എന്ന് മുജാഹിദുകൾ പറയുന്നു. എന്നാൽ മുജാഹിദുകൾ സർഗവസന്തം എന്ന പേരിൽ പരിപാടി നടത്തുമ്പോൾ അത് ശരിയായ ഒരു പരിപാടിയായിട്ടും ഇവർ വിലയിരുത്തുന്നു. ഇത് ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയല്ലേ എന്ന രീതിയിലാണ് മുസ്ലിയാരുടെ ചോദ്യം. അതെ, അത് തന്നെയാണ് എന്റെ ചോദ്യം. ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയല്ല നിങ്ങൾ ചെയ്യുന്നത്. കാരണം വളരെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, സർഗവസന്തം എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം എന്താ? കുട്ടികളിലുള്ള വാസനകളെ ഉയർത്തുക, അവരുടെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്ത് കഴിവ്? അവരിലുള്ളതായ ആ ദഅവത്തിന് വേണ്ടിയിട്ടും അവർക്ക് തൗഹീദ് പറയാനുള്ള, നിങ്ങളുടെ ഭാഷയിൽ തൗഹീദ് പറയാനുള്ള ഒരു പ്രാക്ടീസിനുള്ള വേദിയായിട്ടാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ തൗഹീദ് പ്രചരിപ്പിക്കുക എന്നുള്ളതിൽ അള്ളാഹുവിന്റെ പക്കത്തിൽ നിന്ന് വലിയ കൂലി കിട്ടുന്ന കാര്യമല്ലേ? അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നതിനും കൂലി ലഭിക്കേണ്ടതില്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ പ്രസംഗിക്കുന്ന കുട്ടികൾക്ക് കൂലി ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറ. പ്രതിഫലം കൊതിക്കപ്പെടുന്ന ഒരു കാര്യമല്ലേ അവർ ചെയ്യുന്നത്? ഇങ്ങനെ ഒരാൾ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ അത് ബിദ്അത്താകുമോ ഇല്ലയോ? നിങ്ങളുടെ സർഗവസന്തം എന്ന് പറയുന്നത് ബിദ്അത്താണോ അല്ലയോ? അങ്ങനെ ബിദ്അത്തല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മൗലവി നബിദിനം ബിദ്അത്താകുന്നത്? ഇവിടെ നബിദിനം ആഘോഷിക്കുന്ന സുന്നികൾ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് വെച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചതിന്റെ പേരിലാണ്. നിങ്ങളുടെ നേതാവ് തന്നെ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ തന്നെ അത് അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബാണിത്. ഇതിന്റെ 208 പേജിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. 209 പേജിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഫതഅദീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയം, ആ ദിവസം, അതിനെ ബഹുമാനിക്കൽ, ഖദ് യഫ്അലുഹു ബഅദുൻ നാസ്, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീം, അതിൽ അങ്ങനെ ചെയ്താൽ നബിദിനം കൊണ്ടാടിയാൽ അവന് വലിയ കൂലിയുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. എന്തേ കാരണം?
ലിഹുസ്നി ഖസ്ദിഹി വതഅദീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചത് കാരണത്താൽ അവന്റെ ഉദ്ദേശ ശുദ്ധി കാരണത്താലും അവന് വലിയ കൂലി ലഭിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അത് ആഘോഷിച്ചു കഴിഞ്ഞാൽ, അത് കൊണ്ടാടിയാൽ, അതിനെ ബഹുമാനിച്ചാൽ, നബിദിനം കൊണ്ടാടിയാൽ കൂലി ലഭിക്കും എന്നുള്ളത് ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിൽ നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നുണ്ട്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ തരത്തിൽ ചെയ്യുമ്പോൾ നബിദിനം എങ്ങനെയാണ് ബിദ്അത്താകുന്നത്? നബിദിനം ബിദ്അത്താകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് പോലും നബിദിനം ബിദ്അത്തും നിങ്ങൾ ചെയ്യുന്ന പരിപാടി അത് സുന്നത്തും, ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് ആടിനെ പട്ടിയാക്കുന്ന രൂപമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇതാണ് ഞാൻ ചോദിച്ചത്. അതാണ് ഇനി ഇൻഷാ അല്ലാഹ് ഇതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ജനങ്ങളെ കബളിപ്പിക്കുന്നവർ. അപ്പൊ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങളുടെ അരികിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആരാണ് ദജ്ജാലുകൾ എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ തെളിവ് സഹിതം തെളിയിക്കും എന്നുള്ളത്. ആ തെളിവ് സഹിതം ഇദ്ദേഹം ആരാണ് ദജ്ജാൽ എന്നുള്ളത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ജനങ്ങളെ കബളിപ്പിക്കുന്നവർ എന്നാണ് ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ ദജ്ജാൽ ആരാണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന സഹാബി പ്രവാചകന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ആർക്കും അതിൽ സംശയമൊന്നുമില്ല. പ്രവാചകന്റെ മഹത്വം പറയാൻ പാടില്ല എന്ന് ആരും പറയുന്നില്ല. അപ്പോ പ്രവാചകന്റെ മദ്ഹ് പറയാൻ പാടില്ല എന്നുള്ളത് ആരും പറയുന്നില്ല എന്ന് മൂപ്പര് പറയുന്നു. ഇനി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടു കൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ മൂപ്പര് പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ഇനി ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് എന്താണ് പറയേണ്ടത് എന്ന് മൂപ്പര് തന്നെ പറയട്ടെ. അതുമൂലം തന്നെ ആഖിർ സമാനിലെ ദജ്ജാലുകളാണ് ഈ പുരോഹിതന്മാർ എന്ന് വ്യക്തമായി നമുക്ക് ഇവിടെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതെ, വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ആരാണ് ആ കക്ഷികൾ എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് മൂപ്പര് നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് മൗലവി, നിങ്ങൾ ഈ ദജ്ജാലാക്കുന്ന പരിപാടികളൊക്കെ നിർത്തിയിട്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും. അപ്പോഴാണ് അതിന്റെ ഭംഗിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഈ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ അതിനോട് മറുപടി പറയാൻ ദയവ് ചെയ്ത് എനിക്കതിലൊന്നും താല്പര്യമില്ല. നിനക്ക് ചങ്കൂറ്റമുണ്ടോ ഖുറാഫി? മുസ്ലിയാരെ, നിനക്ക് ചങ്കൂറ്റമുണ്ട് എങ്കിൽ നിനക്കെതിരെ ഇതേ ചാനലിൽ വെച്ച്, മീഡിയ ഫോക്കസ് എന്ന് പറയുന്ന ഇതേ ചാനലിൽ വെച്ച് നിനക്കെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ബഹുമാന്യനായ മുനീർ ഷറഫി. മറുപടി പറ. നീ കണ്ടഭാവം നടിച്ചില്ല, മുങ്ങിയല്ലേ ചെയ്തത്. നീ ആൺകുട്ടിയാണ് എങ്കിൽ എന്തിനാണ് ഇങ്ങനെ അലറുന്നത് മൗലവി? അലറൊന്നും വേണ്ട, ഞാനത് കാണാത്തത് കൊണ്ടാണ്. ഈ കോഴി കീഴ്വായിട്ടതുപോലെ നിങ്ങളുടെ ചാനലിൽ നടക്കുന്ന പരിപാടിയൊന്നും നമ്മൾ അറിയണ്ടേ. ഏതായിരുന്നാലും നിങ്ങൾ കാണിച്ചു തന്നായി, അക്കാര്യത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ, നിങ്ങൾ കാണിച്ച ആ വീഡിയോ ഞാൻ കണ്ടിട്ട് അതിന് മറുപടി പറയുന്നതായിരിക്കും. ആ വീഡിയോ കാത്തിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിസായ അമലായി അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ.